ഹലോ അസ്സാമലൈക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു കസ്റ്റർഡ് സേമിയ പായസമാണ്. അതിനായി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് 1 ഹാൻഡ് ഫുൾ ഓഫ് കാഷ്യൂനട്ട്സ് അതിലിട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഗോൾഡൻ റീസൺസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മുടെ കാഷ്യൂ. അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ. ഇനി ഈ ഗീയിലേക്ക് നമ്മൾ കുറച്ച് റോസ്റ്റഡ് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അൺറോസ്റ്റഡും ആഡ് ചെയ്യാം നിങ്ങൾക്ക്. അൺറോസ്റ്റഡ് ആകുമ്പോൾ ഒന്നുകൂടി റോസ്റ്റ് ചെയ്യണം. ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഗീ ടേസ്റ്റിന് വേണ്ടി ഞാൻ റോസ്റ്റ് പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സേമിയയും റോസ്റ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഒരു ഗീ ടേസ്റ്റിന് റോസ്റ്റ് ചെയ്തതാണ്. ഇനി ഇത് മാറ്റി വെച്ച് ഈ പാത്രത്തിലേക്ക് നമുക്ക് തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. അത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കസ്റ്റർഡ് വെനില പൗഡർ എടുക്കുക. അതൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. വിത്ത് മിൽക്ക് അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മൾ പുഡിങ്ങിലൊക്കെ മിക്സാക്കില്ലേ, അതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഒട്ടും ലംസൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കുക. ഇത് ഒരു 3 ടേബിൾ സ്പൂണേ മാക്സിമം എടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്: റോസ്റ്റഡ് സേമിയം, ഫ്രൈഡ് കാഷ്യൂ ആൻഡ് കസ്റ്റർഡ് മിക്സ്. ഇനി നമ്മുടെ പാലിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇനി നമ്മൾ മിക്സ് ചെയ്ത കസ്റ്റർഡ് മിക്സും ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സേമിയ അതിലേക്ക് കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനി നന്നായി കുക്ക് ചെയ്തെടുക്കണം. കസ്റ്റർഡും നമ്മളിട്ട് കൊടുത്ത സേമിയ ഒക്കെ ഒരു 20 മിനിറ്റ്സ് നമ്മൾ മാക്സിമം ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് ടൈറ്റാക്കി എടുക്കുക. അതിനിടെ നമ്മളൊരു 3 ഏലക്കായ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പൊടിച്ചിട്ടോ അല്ലാതെയോ ആഡ് ചെയ്യുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ മിൽക്ക് മെയ്ഡ്, അത് ഒരു ടിന്ന് ഫുൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഷുഗർ നിങ്ങൾ കുറക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ഇട്ടുകൊണ്ട് 1/2 ടിന്നാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പായസത്തിന് ഏറ്റവും നല്ലത് ഷുഗറിനേക്കാളും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈഡ് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ പായസം വേണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാധാ സേമിയത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ടേസ്റ്റാണ്. നമ്മുടെ വെനില കസ്റ്റർഡ് ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അത് ഒരുപാട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കരുത്. ആ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.